നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഗതാഗത കുരുക്കിലമർന്ന് പട്ടാമ്പി ടൗൺ. തിങ്കളാഴ്ച രാവിലെ മുതൽ വലിയ ഗതാഗത കുരുക്കാണ് ടൗണിൽ അനുഭവപ്പെട്ടത്. മഴയും റോഡ് തകർച്ചയും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി. പട്ടാമ്പി ടൗൺ ഗതാഗത കുരുക്കിലമർന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ വലിയ ഗതാഗത കുരുക്കാണ് ടൗണിൽ അനുഭവപ്പെട്ടത്. മേലെ പട്ടാമ്പി മുതലുള്ള റോഡ് തകർച്ചയും കനത്ത മഴയും ഗതാഗത കുരുക്കിന് ആക്കം കൂട്ടി. 2-3 വരികളിലായാണ് വാഹനങ്ങൾ പാതയിലൂടെ കടന്നു പോകുന്നത്. ഗതാഗത കുരുക്ക് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ ഭാരതപ്പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ജലനിരപ്പ് ക്രമീകരണത്തിനായി വെള്ളിയാങ്കല്ല് തടയണയുടെ ഭൂരിഭാഗം ഷട്ടറുകളും ഉയർത്തി. ഇരു കരകളും മുട്ടിയൊഴുകുന്ന പുഴയിൽ കുത്തൊഴുക്കും അതിശക്തമാണ്. ഇതോടെ പുഴ കേന്ദ്രീകരിച്ചുള്ള മീൻപിടുത്തവും നിലച്ചു. പുഴയിൽ ഒഴുക്ക് ശക്തമായതിനാൽ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. അതേസമയം വൈകുന്നേരങ്ങളിൽ നിറഞ്ഞൊഴുകുന്ന പുഴ കാണാനെത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചു. തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ സന്ദർശകർക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത് നിരവധി മരങ്ങൾ. കഴിഞ്ഞ ദിവസം മരം റോഡിലേക്ക് കടപുഴകി വീണ സാഹചര്യത്തിൽ പാർക്കിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിക്കുകയോ കൊമ്പുകൾ വെട്ടിമാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മേഖലയിലെങ്ങും കനത്ത മഴയും കാറ്റും ശക്തമാകുന്ന സാഹചര്യത്തിൽ തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ സന്ദർശകർക്ക് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് നിരവധി മരങ്ങളാണ്. പല മരങ്ങളുടെയും ശിഖരങ്ങൾ പുഴയിൽ നിന്ന് ശക്തമായ കാറ്റടിച്ചാൽ പൊട്ടിവീഴാമെന്ന നിലയിലാണ്. ഇത്തരം മരങ്ങൾക്കിടയിലായി സന്ദർശകർക്കായുള്ള ഇരിപ്പിടങ്ങളും നടപ്പാതകളും ഉണ്ടെന്നുള്ളത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. 3 ദിവസം മുമ്പ് പെയ്ത കനത്ത മഴയിൽ പാർക്കിലെ ഒരു മരം കടപുഴകി റോഡിലേക്ക് വീണിരുന്നു. അപകട സമയത്ത് റോഡിൽ യാത്രക്കാരോ പാർക്ക് മതിലിനോട് ചേർന്ന് സന്ദർശകരോ ഇല്ലാതിരുന്നതിനാലാണ് വൻ അപകടം ഒഴിവായത്. മരം കടപുഴകി വീണതോടെ പാർക്കിനകത്തെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വലിയ മരങ്ങൾ വെട്ടിമാറ്റുകയോ ശിഖരങ്ങൾ നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കുകയോ ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി. അതേസമയം മരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ കൊമ്പുകൾ മുറിച്ചു മാറ്റാനാകുമെന്നും പൈതൃക പാർക്ക് അധികൃതർ അറിയിച്ചു. തൃത്താല VK കടവ് റോഡിൽ വൻ അപകട ഭീഷണി ഉയർത്തി 11 kV വൈദ്യുതി ലൈനിന് സമീപത്തെ ഉണങ്ങിയ മരം. മരത്തിന്റെ പൊട്ടിവീണ കൊമ്പിനടിയിൽ നിന്നും തൊട്ടടുത്ത വീട്ടിലെ ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൃത്താല VK കടവ് PWD റോഡിൽ KR നാരായണൻ റോഡിന് എതിർവശത്തായാണ് ഏതു നിമിഷം റോഡിലേക്ക് പൊട്ടിവീഴാറായ ഉണങ്ങിയ മരം നിലകൊള്ളുന്നത്. നിരവധി വർഷങ്ങളായി ഉണങ്ങി നിൽക്കുന്ന മരം ഇപ്പോൾ പൂർണ്ണമായും ദ്രവിച്ച നിലയിലാണ്. ഇതോടെ ഓരോ ദിവസവും മരത്തിന്റെ ചെറുതും വലുതുമായ കൊമ്പുകൾ റോഡിലേക്കും റോഡരികിലെ വീടുകളിലേക്കും പൊട്ടിവീഴുന്നത് പതിവാണ്. തിങ്കളാഴ്ച കാലത്ത് മരത്തിന്റെ വലിയൊരു കൊമ്പ് പൊട്ടിവീണിരുന്നു. തലനാരിഴയ്ക്കാണ് ഈ അപകടത്തിൽ നിന്നും തൊട്ടടുത്ത വീട്ടിലെ ഗൃഹനാഥൻ രക്ഷപ്പെടുന്നത്. മരത്തിനോട് ചേർന്ന് 11 കിലോവാട്ട് വൈദ്യുത ലൈൻ കടന്നുപോകുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുകയാണെന്ന് തൃത്താല പഞ്ചായത്ത് അംഗം PV മുഹമ്മദ് അലി പറഞ്ഞു. PWD, KECB തുടങ്ങി ബന്ധപ്പെട്ട മുഴുവൻ അധികൃതർക്കും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ KECB അതിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് നിരവധി പ്രാവശ്യം പറഞ്ഞതാണ്. നിലവിലുള്ള മറ്റേ വൈദ്യുതി കമ്പികൾക്ക് പുറമെ 11 kV കരണ്ട് പോകുന്ന ലൈനുള്ള ആ മരത്തിൻ്റെ ചോട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ആരും തന്നെ അത് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. കരണ്ട് ഏത് സമയത്തും ഇലക്ട്രിസിറ്റി ഏത് സമയത്തും ഓഫാക്കി തരാം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് മുറിച്ചു മാറ്റാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും കൈയൊഴിയുന്ന രീതിയിലാണ് പോകുന്നത്. നിങ്ങൾ മുറിച്ചു മാറ്റിക്കോളൂ എന്ന ഒരു അധികാരിയുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമാണ് ഇതുവരെ കേൾക്കുന്നത്. അവിടെയാണ് ആ മരത്തിൻ്റെ ചോട്ടിലാണ് വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സിൽ കയറ്റുന്നതിന് വേണ്ടി എൻ്റെ രക്ഷിതാക്കളടക്കം രാവിലെയും വൈകുന്നേരത്തും ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. കേന്ദ്ര പ്രാധാന്യത്തോടുകൂടി ആ മരം മുറിച്ചു മാറ്റണമെന്ന് തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.
സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും കടകളിലേക്കും തൊട്ടടുത്ത കല്യാണ മണ്ഡപത്തിലേക്കും ഉൾപ്പെടെ കുട്ടികളും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേരാണ് ദിവസവും ഈ ഉണങ്ങിയ മരത്തിനടിയിലൂടെ അപകടയാത്ര നടത്തുന്നത്. സമീപത്തെ വീടുകൾക്കും മരം ഒരു അപകട ഭീഷണിയാണ്. മരത്തിന്റെ പൊട്ടിവീണ കൊമ്പിനടിയിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് സമീപത്തെ വീട്ടിലെ ഗൃഹനാഥൻ കെ ബഷീർ പറഞ്ഞു. അത് ഞങ്ങളിപ്പോൾ ഒരു മഴ പെയ്തായിരുന്നേ, ആ മഴ പെയ്ത സമയത്ത് ഞങ്ങളോട് പാസ് ചെയ്യുന്ന സമയത്താണ് പുതുങ്ങുന്ന ഒരു കൊമ്പിൻ്റെ കഷ്ണം പൊട്ടി വീണത്. ഇവിടെ കുട്ടികളെപ്പോഴും വന്ന് വെയിറ്റ് ചെയ്യണം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ. ഇതിപ്പോൾ ചെറിയൊരു ആരും ഉണ്ടായില്ല, ആ സമയത്താണ് വലിയൊരു കൊമ്പ് പൊട്ടി വീണത്. അതിൻ്റെ പീസായി കിടക്കുന്ന ഒരു പീസ് ആദ്യം കിടപ്പുണ്ട്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതി നടപ്പാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ വല്ലപ്പുഴ പഞ്ചായത്തിലാണ് കേരഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത്. കേര കർഷകർക്ക് ഗുണകരമാകുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. നേരത്തെ വിളയൂർ കൊപ്പം പഞ്ചായത്തുകളും പദ്ധതി നടപ്പാക്കിയിരുന്നു. തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. നമ്മുടെ കേരഗ്രാമം ദീർഘനാളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പദ്ധതിയാണ് വല്ലപ്പുഴ പഞ്ചായത്ത്. നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ ഓരോ സ്ഥലങ്ങളിലായി നമ്മൾ ഓരോ ഗ്രാമപഞ്ചായത്തിലും കേരഗ്രാമ പദ്ധതി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്ന മണ്ഡലം പട്ടാമ്പി മണ്ഡലം. അപ്പോൾ അതിൽ ഇപ്പോൾ വല്ലപ്പുഴ പഞ്ചായത്തിൽ ആണ് നമ്മളിപ്പോൾ കേരഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചു. അത് ഫണ്ട് വന്നു, അതിൻ്റെ മറ്റു നടപടികളുമായി മുന്നോട്ട് പോകാം. ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കേര കൃഷി, അതായത് നമ്മുടെ തെങ്ങ് പരമാവധി കൃഷി വർദ്ധിപ്പിക്കാൻ കഴിയും. വല്ലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പുഴയുടെ ഒരു കാലാവസ്ഥയും പ്രകൃതിയും അനുസരിച്ച് തെങ്ങിൻ്റെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം കേര കൃഷി കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. നമ്മളെ ഇടക്കാലത്ത് വെച്ച് നമ്മൾ കുറഞ്ഞിട്ടുണ്ടാകും. അത് വർദ്ധിപ്പിക്കാൻ ഒരു അവസരമായിട്ട് ഇതെടുക്കണം. മാത്രമല്ല, ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, അവരുടെ നിലവിലുള്ള തെങ്ങിന് കുറേ തടവിടുക, മറ്റുള്ളത് കുറച്ച് എന്നുള്ള രീതിയിലുള്ള സംഭവം മാത്രമായിട്ട് ഇത് കണക്കാക്കരുത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, കൃഷി ഓഫീസർ UV ദീപ, പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കർഷക പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. തൃത്താല കപ്പൂരിൽ കർഷക ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി MB രാജേഷിനെതിരെ കറുത്ത മാസ്ക് ധരിച്ചെത്തിയ കർഷകരുടെ പ്രതിഷേധം. പിന്നാലെ വേദിക്കരികിൽ UDF അംഗങ്ങളും പ്രതിഷേധിച്ചു. കർഷകരുടെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ അനുവദിച്ചില്ലെന്നും സംഭരിച്ച നെല്ലിന്റെ തുക മാസങ്ങൾ കഴിഞ്ഞിട്ടും നൽകിയില്ലെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. കർഷക മാർച്ച് പോലീസ് തടഞ്ഞു. അതേസമയം സമരം നടത്തിയത് ഫോട്ടോയിൽ വരാൻ വേണ്ടിയാണെന്ന് അതേ വേദിയിൽ വെച്ച് തന്നെ മന്ത്രി മറുപടിയും നൽകി. ചിങ്ങം 1 കർഷക ദിനത്തിൽ ഈ ഇത്രയും വരുന്ന കർഷകർ, ഇത് 15 പാടശേഖരത്തിലെ ഈ 2 കർഷകരെ വെച്ച് 30 കർഷകർ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടി. എന്തുകൊണ്ട് ഇത്തരം രൂപത്തിലല്ല ഞങ്ങളിത് ആഗ്രഹിച്ചത്? നമ്മുടെ അധികാരി വർഗങ്ങളുടെ മുന്നിൽ നമ്മുടെ കാര്യം ഒരു 10 മിനിറ്റ്, കർഷക ദിനത്തിൽ കർഷകന്റെ കാര്യം 10 മിനിറ്റ് അവതരിപ്പിക്കാൻ ഒരു അനുവാദം ചോദിച്ചിട്ട് തരാത്ത അധികാരികളുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ഇത്തരം പ്രതിഷേധ പരിപാടികളുമായി വരാൻ തീരുമാനിച്ചത്. അവര് ഉദ്ദേശിച്ചതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, പോലീസ് ഒന്ന് തടയണം, തടയുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ കാണുന്നുള്ളതൊന്നും പരാതിയില്ല. പക്ഷെ വസ്തുതയായിട്ട് നമ്മൾ പറയണല്ലോ. ഇവിടുത്തെ നെൽകൃഷിക്കാരുടെ എണ്ണം 380 അല്ലേ? 380. എത്ര പേർക്ക് നെല്ലെടുത്തതിൻ്റെ താങ്ങുവില കൊടുത്തു? 372 പേർക്ക്. ഇനി അവശേഷിക്കുന്ന എത്ര പേരുണ്ട്? 8 പേര്. അതിന് കാരണങ്ങളുണ്ട്. ഏതായാലും പ്രതിഷേധമൊക്കെ വന്നു, ഇങ്ങനൊരു പ്രചരണമൊക്കെ വരുന്നു. ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രതീതി എന്താണെന്ന് വെച്ചാൽ നെല്ലെടുത്തു, ഒരാൾക്കും കാശ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കൂട്ടത്തിൽ നെൽകൃഷിക്കാരില്ലേ? ഇല്ലേ? ഉണ്ടോ? ഒന്നറിയാൻ വേണ്ടിയിട്ടാ. ഉണ്ടോ? കാശ് കിട്ടിയോ? അതുകൊണ്ടല്ലേ നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കർഷക ദിനത്തിൽ പങ്കെടുക്കുന്നതും കർഷകരല്ലാത്തവർ മുദ്രാവാക്യം വിളിക്കുന്നതും. കർഷകർക്ക് താങ്ങുവില കിട്ടും, മുദ്രാവാക്യം വിളിക്കുന്നതിന് താങ്ങുവിലയില്ല. നെല്ലുണ്ടാക്കി കൊടുത്താലേ താങ്ങുവിലയുള്ളൂ. മുദ്രാവാക്യത്തിന് തൽക്കാലം താങ്ങുവില ഏർപ്പെടുത്തിയിട്ടില്ല. ആ 8 പേർക്കും ഓരോരുത്തർക്കും എന്തുകൊണ്ട് കിട്ടിയില്ല? ഈ കാരണം പ്രതിഷേധം വന്നതാണ്. നാട്ടിൽ മുഴുവൻ ചർച്ചയായ സ്ഥിതിക്ക് ഈ 8 പേർക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുക. ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? വസ്തുത എല്ലാവരും അറിയട്ടെ.
റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പട്ടാമ്പിയിലായിരുന്നു സംഭവം. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം സംഭവിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കനത്ത മഴയിൽ പട്ടാമ്പി ഭാഗത്തുനിന്നും വരികയായിരുന്ന മഹീന്ദ്ര താറിന് മുന്നിൽ മധ്യവയസ്കൻ അകപ്പെടുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ജീപ്പ് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. വണ്ടി മറയാതിരുന്നതും അനുഗ്രഹമായി. കറുകപ്പുത്തൂർ സ്വദേശി ഉത്തമനായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഇതിനകം ശ്രദ്ധ പിടിച്ചു പറ്റി. തൃത്തല കൂറ്റനാട് റോഡിലെ തകർച്ചയിലായ ഓവുപാലത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് ഭാരം കയറ്റിയ ടോറസ് ലോറികൾ നാട്ടുകാർ തടഞ്ഞു. തൃത്താല കൂറ്റനാട് സൗത്ത് തൃത്താല ആടുവളവ് ഭാഗത്തിന് സമീപത്തെ ഓവുപാലമാണ് അപകടാവസ്ഥയിലായത്. ഓവുപാലത്തിന്റെ ബലക്ഷയം മൂലം പാലത്തിന് മുകളിലും സമീപത്തുമായി റോഡിൽ വിള്ളലുകളും കുഴികളും ഏതാനും മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടിരുന്നു. ഈ ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം വിള്ളലുകൾ വീണ് ഇടിഞ്ഞു താഴുകയും ചെയ്തിരുന്നു. ഇതോടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോയാൽ പാലം പൂർണ്ണമായും തകർന്നു വീഴുമോയെന്ന ആശങ്കയും നാട്ടുകാരിൽ ശക്തമായി. ഇതോടെയാണ് ഭാരം കയറ്റിയ ടോറസ് ലോറികളെ തിങ്കളാഴ്ച ഉച്ചയോടെ സൗത്ത് തൃത്താല നാട്ടുകാർ തടഞ്ഞിട്ടത്. തുടർന്ന് ലോഡ് കയറ്റിയ ലോറികൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുകയും ചെയ്തു. രാത്രികാലങ്ങളിലും മറ്റും നിരവധി ലോറികൾ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുൻപായി ഓവുപാലം അറ്റകുറ്റപ്പണി നടത്തി ശരിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ വണ്ടികൾ പോയിട്ടാണ് ഇപ്പോൾ റോഡ് ഇവിടെ മൊത്തം കേടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താഴത്ത് പാലമുണ്ട്. ആ പാലത്തിൻ്റെ പകുതി ഇടിഞ്ഞിക്കണ്. ഒരു സൈഡ് മൊത്തം പോയിട്ട് ഇപ്പോൾ ഒരു സൈഡിലായി കൂടെയാണ് ഈ വണ്ടികൾ പോണത്. ഇപ്പോൾ ഇതിപ്പോൾ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതും കൂടി ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വലിയ ലോഡും വണ്ടി ഇപ്പോൾ ഒന്നും വിടണ്ടാന്നുള്ളതാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടി തീരുമാനിച്ചത്. അപ്പം ഇനി ഒരു വണ്ടി ഇതേനെ പോകണ്ട, കാലുവണ്ടി വരെ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ലോഡും വണ്ടി ഇതേനെ പോകണ്ടെന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഈ ഒരു ബസ് സർവീസും കാര്യങ്ങളും കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഇതിനൊക്കെ അവിടെ ബ്ലോക്ക് വരും. മെയിൻ റൂട്ടായി പാലം പൊളിഞ്ഞു കിടക്കും. അതുകൊണ്ട് ലോഡ് വണ്ടി പോകണ്ടെന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. രാത്രി ഒരു 10 മണിക്ക് ശേഷം 20 വണ്ടികളാണ് ഇതിനെ പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രിയിൽ മാത്രം. അവിടെ മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി നോക്കിയാൽ റോഡ് നോക്കിയാൽ ഈ റോഡ് നോക്കിയാൽ അവിടെ പൊട്ടിയിട്ടുണ്ട്. ഈ പരിസരത്ത് നല്ല റോഡ് ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ അവിടെ പാലം ഇതിനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. എപ്പോഴും മാത്രമല്ല എന്നും പ്രശ്നങ്ങൾ തന്നെ. ആ പാലം 2 വണ്ടി പോയി കഴിഞ്ഞാൽ പാലി വെറുതെ പറഞ്ഞാൽ ഇപ്പോൾ വില പ്രശ്നം. വിളയൂർ പഞ്ചായത്തിൽ കർഷക ദിനാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. തെരഞ്ഞെടുത്ത കർഷകർക്ക് ആദരവ് നൽകി. വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പേരടിയൂർ ALP സ്കൂൾ വെച്ച് കർഷക ദിനാഘോഷം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മോസിൻ MLA ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ ഇപ്പോൾ നമുക്കൊരു അവസരം, പന്നിയുടെ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ബ്ലോക്ക് പ്രസിഡന്റ് കൂടി ഇവിടെ പറയും. അപ്പൊ കുറച്ച് അതിനെ നശിപ്പിക്കാനുള്ള ചെറിയൊരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തി പരമാവധി നമ്മൾ പഞ്ചായത്തും കർഷകരൊക്കെ കൂടി അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിശദമായി ബൈക്കിലൂടെ നമുക്കത് പറയുന്നത് ചിലപ്പോൾ വേറെ തരത്തിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അത് പരമാവധി ഉപയോഗപ്പെടുത്തണം. ഒപ്പം തന്നെ നമുക്കറിയാം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. വളരെ കൃത്യമായി ഇപ്പോൾ കേന്ദ്ര വിഹിതം കുറച്ച് വൈകിക്കഴിഞ്ഞാൽ, കേരളത്തിന്റെ വിഹിതം മാത്രം കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് കിട്ടും. പക്ഷെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കടമായിട്ട് ബാങ്ക് തരുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കാരണം അത് കർഷകർക്ക് സമയബന്ധിതമായി കിട്ടുന്നില്ല എന്ന വിഷയം പാലക്കാട് ജില്ലയിലെ ഞങ്ങൾ MLA-മാരിൽ ചിലർ ഒരുമിച്ച്, ഇപ്പോൾ ഷൊർണൂർ MLA-യും അതുപോലെ തന്നെ ആലത്തൂർ MLA-യും നമ്മുടെ മലമ്പുഴ MLA അടക്കമുള്ള MLA-മാർ ചേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അതിന് പരിഹാരം കാണാൻ കേരള ബാങ്കിൽ നിന്ന് കർഷകർ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ ഉടനെ കേരള ബാങ്കിൽ നിന്ന് പണം കൊടുത്ത് ആ പൈസയിൽ ഇനി കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും വൈകുകയാണെങ്കിൽ ഗവൺമെന്റ് അതിന്റെ പലിശ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് നടപടികൾ, അതിന്റെ മറ്റു സാമ്പത്തിക കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ അധ്യക്ഷയായിരുന്നു. മികച്ച കർഷകരെ പിന്നോക്ക കമ്മീഷൻ അംഗം സുബേദ സാഖ് ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, സ്ഥിരസമിതി അധ്യക്ഷ രാജി മണികണ്ഠൻ, AK ഉണ്ണികൃഷ്ണൻ, T ഷാജി, കൃഷി ഓഫീസർ അഷ്ജാൻ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ,
തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരഞ്ഞെടുത്ത കർഷകർക്ക് ആദരവും നൽകി. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ മോഹൻ ചെരപ്പറമ്പിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമമാണ് കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടത്തിയത്. മാധ്യമപ്രവർത്തകൻ മോഹൻ ചെരപ്പറമ്പിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഇ അച്യുതൻ അധ്യക്ഷനായിരുന്നു. LSS നേടിയ അമേയ, ശ്രീയ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. സെക്രട്ടറി M സേതുമാധവൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ P ശ്യാമള വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. T ഗോപാലകൃഷ്ണൻ, M രമാബായി, ജയദേവൻ അമ്പാടി, ഉണ്ണികൃഷ്ണൻ ആനായത്ത്, K രാമദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തിരുമിറ്റക്കോട് പള്ളിപ്പാടം GLP സ്കൂളിന് സമീപത്തു നിന്നും 5 അടിയോളം നീളം വരുന്ന മലമ്പാമ്പിനെ പിടികൂടി. റോഡരികിലെ പൊന്തക്കാടുകൾക്കിടയിൽ ഒളിച്ച നിലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മലമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. പിന്നീട് വനമേഖലയിൽ വിട്ടയക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ കുമ്പിടിയിൽ നിന്നും 7 അടിയിലേറെ വലിപ്പം വരുന്ന പാമ്പിനെ പിടികൂടിയിരുന്നു. പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി ITIയിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അഡിറ്റീവ് മാനുഫാക്ചറിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ഡിസൈനിംഗ് എന്നീ ട്രേഡുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ 19-ാം തീയതി ചൊവ്വാഴ്ചയ്ക്കകം ITIയിൽ നേരിട്ട് ഹാജരായി 100 രൂപ ഫീസ് അടച്ച യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 97 46 71 56 51, 95 26 32 63 61. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.